ഹായ്, നമുക്കിന്ന് എങ്ങനെ പവർ പോയിൻറ്റിൽ ഇതുപോലെ ഭംഗിയുള്ള ഒരു കവർ പേജ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലൊരു ബ്ലാങ്ക് സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാം. ആ സ്ലൈഡിലേക്ക് നമ്മളുടെ വീഡിയോയിൽ നിന്ന് ഒരു വീഡിയോ ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം അത് പവർ പോയിൻറ്റിൻ്റെ പേജ് സ്ലൈഡ് കവർ ചെയ്യുന്ന തരത്തിൽ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. അതിന് അറേഞ്ചിൽ നിന്ന് നമുക്ക് ഫ്ലിപ്പ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഈ സ്ലൈഡിലേക്ക് ഷേപ്പിൽ നിന്ന് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് എടുത്ത് കവർ ചെയ്യുന്ന തരത്തിൽ വരച്ചു കൊടുക്കുക. അതിന് മുകളിലായി ഒരു വേർഡ് ആർട്ട് ടെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇഷ്ടമുള്ള ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വലുതാക്കി സെറ്റ് ചെയ്യുക. ഇതിന് ശേഷം നമ്മളുടെ റെക്റ്റാങ്കിൾ ബോക്സും ടെക്സ്റ്റ് ബോക്സും കൂടി സെലക്ട് ചെയ്യാം. എന്നിട്ട് മെർജിലെ കമ്പൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇതേപോലെ ഒരു ടെക്സ്റ്റ് ആയിരിക്കും കിട്ടുക. എന്നിട്ട് ടെക്സ്റ്റ് ബോക്സും റെക്റ്റാങ്കുലർ ബോക്സും സെലക്ട് ചെയ്ത് സബ്ട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇതേ ഫോമിലാവും നമുക്ക് കിട്ടുക. ഇതിനെ ഇവിടെ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ സെക്കൻഡ് സ്ലൈഡ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. അതിനുശേഷം ആ ടെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് സ്ലൈഡിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. കറക്റ്റായ പൊസിഷനിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പ്ലേ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. എന്നിട്ട് പിക്ചർ ഫോർമാറ്റിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇഫക്റ്റ് നമ്മളുടെ ടെക്സ്റ്റിന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം പ്ലേ ബാക്കിൽ പോയി സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ആക്കി കൊടുക്കുക. അത് 2 വീഡിയോയ്ക്കും സെറ്റ് ചെയ്ത് കൊടുക്കുക. ലൂപ്പ് അണ്ടിൽ സ്റ്റോപ്പും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലൈഡ് ഷോയിൽ നിന്ന് പ്രിവ്യൂ എടുത്ത് നോക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.